കാർഷിക വാർത്തകൾ. കേരളത്തിൽ മഴ കുറഞ്ഞതിനാൽ തമിഴ്നാട്ടിൽ പച്ചക്കറികളുടെയും പൂക്കളുടെയും ഉൽപ്പാദനം കുറയാൻ സാധ്യത. ഓണവിപണിക്ക് തിരിച്ചടിയാകുമെന്ന് കർഷകർ. കേരളത്തിൽ മഴ കുറഞ്ഞത് തമിഴ്നാട്ടിലെ കർഷകർക്കും തിരിച്ചടിയാകുന്നു. കമ്പം, തേനി, മധുര ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലത്തെ കൃഷിയിടം ഉഴുതിട്ടുണ്ടെങ്കിലും ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതിനാൽ കൃഷി തുടങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയ തോതിൽ മഴ ലഭിച്ചില്ലെങ്കിൽ പച്ചക്കറി, പൂക്കൃഷികളുടെ ഉൽപ്പാദനം വൻതോതിൽ കുറയുമെന്ന് തമിഴ് കർഷകർ പറയുന്നു. ഈ പ്രദേശങ്ങളിൽ കൃഷിക്കുള്ള ജലം മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നാണ് ലഭിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് സാരമായി കുറഞ്ഞതോടെ തമിഴ്നാട് എടുക്കുന്ന വെള്ളത്തിന്റെ അളവും കുറഞ്ഞു. കമ്പം ജില്ലയിലെ തോടുകളും ചെക്ക് ഡാമുകളും പൂർണ്ണമായി വറ്റിവരണ്ടു. ഓണം മുന്നിൽ കണ്ട കമ്പം ജില്ലയിലെ ശ്രീലയംപെട്ടി ഭാഗത്ത് പൂക്കൃഷി വ്യാപകമായി കർഷകർ നടത്തിയെങ്കിലും വെള്ളമില്ലാത്തതിനാൽ നശിച്ചു തുടങ്ങി. വെള്ളം കൂടുതൽ ആവശ്യമായ പൂവിനു പകരം പച്ചക്കറി നടാനായി പലരും കണ്ടം ഉഴുതുമറിച്ചു. പക്ഷേ വെള്ളം ലഭിക്കുന്ന കാര്യത്തിൽ തീരുമാനമില്ലാത്തതിനാൽ കൃഷി ഇറക്കുന്നില്ല. നിലവിലെ കൃഷി കുഴൽക്കിണറുകളിലെ വെള്ളം ഉപയോഗിച്ച് പിടിച്ചു നിർത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ചെറുകിട കർഷകരിൽ പലർക്കും കുഴൽക്കിണർ ഇല്ലാത്തതും പ്രതിസന്ധിയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ലഭ്യത കുറഞ്ഞാൽ ഓണക്കാലത്ത് പച്ചക്കറികളുടെയും പൂക്കളുടെയും വില കുതിച്ചുയർന്നേക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് പഞ്ചസാര വില കുതിച്ചുയരുന്നു. ആവശ്യത്തിന് പഞ്ചസാര ശേഖരമുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. രാജ്യത്ത് പഞ്ചസാര വില റെക്കോർഡ് ഉയരത്തിലെത്തി. വിതരണം കുറയുമെന്ന ആശങ്കയെ തുടർന്നാണ് വിപണിയിൽ വില കുതിച്ചുയരുന്നത്. എന്നാൽ രാജ്യത്ത് ആവശ്യത്തിന് പഞ്ചസാര ശേഖരമുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര സർക്കാരും വ്യവസായ സംഘടനകളും വ്യക്തമാക്കി. ഡൽഹിയിൽ ചില്ലറ വിപണിയിൽ 1 കിലോ പഞ്ചസാരയുടെ വില 47 രൂപയായപ്പോൾ പശ്ചിമ ബംഗാളിൽ 50 രൂപയിലെത്തി. മില്ലുകളിൽ നിന്നുള്ള എക്സ്-മിൽ വില കിലോയ്ക്ക് ശരാശരി 44 രൂപയായി ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത് ഏകദേശം 14% കൂടുതലാണ്. മഹാരാഷ്ട്രയിലും കർണാടകയിലും പഞ്ചസാര ശേഖരം താരതമ്യേന കുറഞ്ഞതാണ് വില വർധനയ്ക്ക് പ്രധാന കാരണം. എന്നാൽ രാജ്യവ്യാപകമായി ആവശ്യത്തിന് സ്റ്റോക്കുണ്ടെന്നും ക്ഷാമമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഇന്ത്യൻ ഷുഗർ ആൻഡ് ബയോ എനർജി മാനുഫാക്ചേഴ്സ് അസോസിയേഷനും നാഷണൽ ഫെഡറേഷൻ ഓഫ് കോ-ഓപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറീസും വ്യക്തമാക്കി. പഞ്ചസാര പൂഴ്ത്തിവയ്പ് ഒഴിവാക്കണമെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും വ്യവസായ സംഘടനകൾ അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉഴുന്നുവിലയിൽ വൻ വർധന, ഉൽപാദനക്കുറവും ഇറക്കുമതിയിടിവും ആശങ്ക ഉയർത്തുന്നു. രാജ്യത്ത് ഉഴുന്നിന്റെ വില കുതിച്ചുയരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ മൊത്തവിപണിയിലെ ശരാശരി വില ഏകദേശം 20% ഉയർന്നതായി കേന്ദ്ര കാർഷിക മന്ത്രാലയത്തിന്റെ UPAG പോർട്ടൽ വിവരങ്ങൾ വ്യക്തമാക്കുന്നു. വിതരണക്കുറവ്, ആവശ്യകതയിലെ വർധന, മ്യാൻമറും ബ്രസീലും പോലുള്ള പ്രധാന ഉൽപാദക രാജ്യങ്ങളിലെ വിലക്കയറ്റം, രൂപയുടെ മൂല്യത്തകർച്ച, മഴ കുറയുന്നത് ഖാരിഫ് കൃഷിയെ ബാധിക്കുമെന്ന ആശങ്ക എന്നിവയാണ് വില ഉയരാൻ പ്രധാന കാരണങ്ങളെന്ന് വ്യാപാര രംഗം വിലയിരുത്തുന്നു. ജൂലൈ 17 വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്തെ ഉഴുന്ന് കൃഷി 13.51 ലക്ഷം ഹെക്ടറിലാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 6% കുറവാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലെ ഉഴുന്നുൽപാദനം 21.6 ലക്ഷം ടണ്ണായി കുറഞ്ഞു. മുൻവർഷം ഇത് 22.42 ലക്ഷം ടണ്ണായിരുന്നു. ഇതോടെ ആഭ്യന്തര വിപണിയിൽ ലഭ്യത കുറഞ്ഞിരിക്കുകയാണ്. മ്യാൻമറിലും ബ്രസീലിലും പ്രതികൂല കാലാവസ്ഥയും രോഗബാധയും മൂലം വിളവ് ഗണ്യമായി കുറഞ്ഞതോടെ അന്താരാഷ്ട്ര വിപണിയിലും ഉഴുന്നുവില ഉയർന്നിട്ടുണ്ട്. മ്യാൻമറിൽ മഞ്ഞ മൊസൈക് വൈറസ് ബാധയെ തുടർന്ന് ഉൽപാദനം ഏകദേശം 30% കുറഞ്ഞതായി വ്യാപാര വൃത്തങ്ങൾ പറയുന്നു. ബ്രസീലിലും പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞ ഉൽപാദനമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിലെ റാബി സീസണിലും 15 മുതൽ 20% വരെ വിളനാശമുണ്ടായതോടെ ആഭ്യന്തര സ്റ്റോക്കുകളും കുറഞ്ഞിട്ടുണ്ട്. 2026 ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ ഉഴുന്ന് ഇറക്കുമതിയും കുറഞ്ഞു. ഈ വർഷം 2.93 ലക്ഷം ടൺ മാത്രമാണ് ഇറക്കുമതി ചെയ്തത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 3.83 ലക്ഷം ടൺ ഇറക്കുമതി ചെയ്തിരുന്നു. ഉൽപാദനക്കുറവും ഇറക്കുമതിയിടിവും തുടരുന്നതിനാൽ അടുത്ത മാസങ്ങളിലും ഉഴുന്നുവില ഉയർന്ന നിലയിൽ തുടരുമെന്ന ആശങ്കയാണ് വിപണിയിലുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.